ലിജിന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി വിഭാഗത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഹാജരായിരുന്ന വക്കീലാണ് കെ ബി പ്രദീപ്. അദ്ദേഹത്തെയാണ് പിടിച്ചിട്ട് ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ചിരുന്നത്. അതും പുതിയൊരു തസ്തിക സൃഷ്ടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു കക്ഷിയാണ്, അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ വളരെ ഇവർ സ്വർണം കട്ടതാരപ്പ എന്നൊക്കെ പാട്ടൊക്കെ പാടി അധികാരത്തിൽ പിടിച്ച ആളുകളാണ്. അങ്ങനത്തെ ഒരു കേസിൽ പ്രതിഭാഗത്തുള്ള ആളുകളെ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചൊരു വക്കീലിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലെന്തോ ഒരു സംശയാസ്പദമായ ഒരു സംഗതി ഇല്ല. എന്താണ് അതില്? പിന്നെ അത് മറ്റൊരു തലമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് UDF സർക്കാരിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറഞ്ഞ് അത് ഭരണപക്ഷത്തിലേക്ക് ഭരണം കിട്ടുമ്പോഴേക്ക് നേരെ തിരിച്ചതെല്ലാം പിന്നെ തിരിച്ചുപിടിച്ച് വരുന്നൊരു രീതിയായിരുന്നു എല്ലാ കാലത്തും. ഇപ്പം തന്നെ ഇപ്പം രണ്ടാമത്തെ രാജ്യമാണ് നമ്മളത് പറയുന്നത്. സർക്കാർ ബന്ധപ്പെട്ട രണ്ടാമത്തെ രാജ്യമാണ്. ബെന്നി തോമസ് രാജിവെച്ചു, ഇപ്പം ഇദ്ദേഹം രാജിവെച്ചു. ആ രാജിവെക്കാനുള്ള കാരണം പിടിക്കപ്പെടുമ്പോൾ രാജിവെക്കുന്നത്. പഴയ പോലെ എളുപ്പമല്ല കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പിടിക്കപ്പെടുമ്പോഴാണ് ഈ രാജിവെച്ചിട്ട്. അപ്പം ഈ മറുഭാഗം ചോദിക്കുന്നത്, നമ്മൾ നിങ്ങളെ പോലെ മറ്റേ ധാർഷ്ട്യമൊന്നും കാണിച്ചില്ലല്ലോ, മസിൽ പിടിച്ചിരുന്നില്ലല്ലോ, ന്യായീകരിച്ചില്ലല്ലോ. ന്യായീകരണം കഴിഞ്ഞു, ധാർഷ്ട്യം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പിടിക്കപ്പെട്ട അവസാനം ഇത് മുഖ്യമന്ത്രി വന്നിട്ട് രാജി ആവശ്യപ്പെടുന്നു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുഖരക്ഷിക്കൽ ഒരു എന്താണ് ക്ലീൻ ഇമേജ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തത്വദിവസം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയാണ് ഇത് കൊണ്ടുവന്നതാണ്. ഇത് കോൺഗ്രസിൻ്റെ എനിക്ക് അവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഈ സ്വർണം കട്ടവർ ആരപ്പന്നിലെ പാട്ടും സ്വർണ്ണക്കൊള്ള കേസും ഇത്രയും വിഷയമാക്കി കൊണ്ടുവന്നിട്ട് അതിലെ പ്രതിഭാഗത്തിൻ്റെ വക്കീലിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ തസ്തിക സൃഷ്ടിച്ചിട്ട് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഒരു ആ മേഖലയിൽ ഒരു വിദഗ്ധൻ ഇപ്പോൾ ഇവർക്ക് മാത്രമേ പറ്റൂ എന്നുള്ള സാധനങ്ങൾ ഒക്കെ നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഒരു സാമ്പത്തിക വിദഗ്ധനെ കൊണ്ടുവരുമെന്ന് പറയാം. ഇദ്ദേഹത്തെ അയാൾ നേരത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അല്ലെങ്കിൽ ആൾ പറഞ്ഞ് കൊണ്ടുവരാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നു. എന്നിട്ട് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ദേവസ്വം മന്ത്രി വരുന്നത് പ്രതിഭാഗത്തിന് ദൗർബല്യം അറിയുന്ന ഒരാളാകുമ്പോൾ അത് ഗുണമല്ലേ എന്നാണ്. കെ മുരളീധരന്റെ തഗ് ഡയലോഗിൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പം ഈ തഗ്ഗടിച്ചത് നടന്ന് അതേ തഗ്ഗടിയാണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിന് 24 മണിക്കൂറിന് ആയുസുണ്ടായില്ല. ഈ ദൗർബല്യം അറിഞ്ഞിട്ട് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ആകുമ്പോഴേക്ക് രാജിവെക്കേണ്ടി വന്നു. ഇത് മുരളീധരൻ എന്തായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് വരുന്ന 5 വർഷക്കാലം. ഇത് ബന്ധു നിയമനങ്ങൾക്കെതിരെ ഭയങ്കര സ്റ്റാൻഡ് എടുത്തിരുന്ന ഒരു പാർട്ടി, അതുപോലെ അനധികൃത നിയമനങ്ങൾ, സ്വജനപക്ഷപാതം, ഇതൊക്കെ വലിയ പ്രശ്നവൽക്കരിച്ച് അധികാരത്തിൽ കയറിയ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നജ്മ തബ്ഷീറയുടെ ഭർത്താവ് പ്ലീഡറായിട്ട് നിയമിച്ചു. അപ്പോൾ അത് ഹലാൽ നിയമനമാണ്. ജലീലിന്റെ കേസിലൊക്കെ ലീഗ് ഉണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന നിയമനങ്ങളൊക്കെ ഹലാല്, മറ്റുള്ളവർ ചെയ്തിരുന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ അവസ്ഥ. ഈ ഇതില് സാധാരണ ഒരു പോസ്റ്റിലേക്കല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഗവൺമെന്റ് പ്ലീഡർ സാധാരണ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു കേസ്. ഇവർ പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യൽ പ്ലീഡറെ വെക്കുന്നതോട് കൂടിയിട്ട് ഈ ദേവസ്വം കേസുകളിലെ സങ്കീർണമായ ദേവസ്വം കേസ്, ഇതിപ്പോൾ പെട്ടെന്നാണ് ഇതിന് ഇതിന് പെട്ടെന്ന് സങ്കീർണത കൂടി. സങ്കീർണമായ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക കക്ഷി വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രതിഭാഗത്തിന് ദൗർബല്യം അറിയുന്ന ഒരാളാണല്ലോ ഇത് വരുന്നത്. എല്ലാ കള്ളിയും പറയുന്ന ഒരാളാണെന്ന് കരുതിയിട്ടാക്കാം. മുരളീധരൻ ഈ കാര്യത്തിലൊക്കെ എടുത്തിരുന്നൊരു പഴയ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേസിൽ സുരേഷ് ഗോപിക്ക് അവിടെ പണിയൊന്നുമില്ല, സഹമന്ത്രിമാർക്ക് അവിടെ പണിയൊന്നുമില്ല. കാരണം അവർ ഫയൽ പോലും കാണാറില്ല. അങ്ങനെയൊക്കെ ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. ആ കക്ഷിയാണ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഫയൽ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാതെ പ്രധാനപ്പെട്ട ഒരു നിയമനം നടക്കുമ്പോൾ ഇങ്ങനെ ഫയൽ കണ്ടിട്ടില്ല. അപ്പോൾ ഫയൽ കാണാതെയാണോ ഇങ്ങനെ അവിടെ ഭരണം നടത്തുന്നത്? ഭരണത്തിന്റെ സംവിധാനത്തിന്റെ ഒരു ഉറപ്പ് എന്താണ്? കെട്ടുറപ്പ് അല്ലാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ ക്യാബിനറ്റ് യോഗം ഈ മുഖ്യമന്ത്രിക്ക് എല്ലാ അധികാരം കൊടുത്തിട്ടുണ്ട് നിയമിക്കാന്ന് പറഞ്ഞത്. അത് മുരളി പറഞ്ഞിട്ടുണ്ട്. അതായത് അത് മുഖ്യമന്ത്രി തലയിൽ കിടാൻ ശ്രമിച്ചാണ് പറഞ്ഞു തരുമ്പോൾ. അല്ല, മുഖ്യമന്ത്രി ഈ വകുപ്പ് മന്ത്രി അറിയാണ്ട് ക്യാബിനറ്റിലെ ചർച്ചയും വരില്ല. അതിനുശേഷം വകുപ്പ് സെക്രട്ടറി അടുത്തേക്ക് പോയിട്ട് ഈ ഉത്തരവ് ഇറങ്ങാനും പോകുന്നത് നിയമിക്കാനും പറ്റുന്നില്ല. വകുപ്പ് മന്ത്രി അറിഞ്ഞിരിക്കും. ചിലപ്പോൾ മുരളി പറഞ്ഞ സത്യമാണെങ്കിൽ മുരളി നോക്കട്ടെ, മുരളിയുടെ കൊണ്ട് പേപ്പർ എടുത്തിട്ട് ഒപ്പിട് പറയുമ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ട് വരുന്നതായിരിക്കണം. അതാണെങ്കിൽ ഓക്കെ, മുരളി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഫയല് മുഖ്യമന്ത്രിയുടെ കയ്യിൽ പോകണം, തിരിച്ചു തരണം. ചീഫ് സെക്രട്ടറിയുടെ കയ്യിലേക്ക് പോയിട്ട് വരാനുള്ള ഇത് 2 തവണ ഇയാളെ കയ്യിലൊക്കെ കയറി ഇറങ്ങുന്നത്. ഇതില് ഇദ്ദേഹം VD സതീശൻ ഇതില് ചാടിക്കാൻ
ശ്രമിക്കുന്നതിന്റെ കാരണം ഒരുപക്ഷെ വി.ഡി. സതീശൻ ഇത് അറിയുമായിരിക്കും എന്നൊരു സാധ്യത കിടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിനെ ചിലപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കൊണ്ടുവരണം, ഒരുപക്ഷെ നിർദ്ദേശിച്ചിട്ടുണ്ടാവാം എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ ഉയരുന്ന വേറൊരു ആരോപണം, ഈ പ്രദീപിനെതിരെ ഉയരുന്ന വേറൊരു ആരോപണം, അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധം വളരെ ശക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘപരിവാർ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബന്ധമല്ല. ഒരു നമ്മൾ പറയുന്ന ഈ കമ്മി കൊങ്ങി സംഖ്യയിൽ ആ തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ ഇദ്ദേഹം അതിശക്തമായിട്ട് ആഞ്ഞടിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത്രയും സീരിയസ് ആയിട്ട് സംഘപരിവാറിനോട് അടുപ്പം കാണിക്കുന്ന ഒരാളെ ഈ സർക്കാർ എന്തിനാണ് വലിച്ചു കയറ്റുന്നതിനുള്ളൊരു ക്വസ്റ്റ്യൻ ഉയരുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ താല്പര്യം തന്നെയാണോ അതോ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടോ? കാരണം എന്താ വെച്ചാൽ ഇത് സംശയം ഉയരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള വിവാദമായിട്ടുള്ള സെനറ്റിലെ 19 പേര്, 1-2 പേരല്ല, മുമ്പ് 4-5 പേരൊക്കെ കയറി കേസുകൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. അതൊന്നും തടയാൻ പറ്റുന്നതല്ല. പക്ഷെ 19 പേരെ ഇൻഡക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കളിയാണ്, അറിയാണ്ട് വരുന്നതല്ല. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള മൂവാണ്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി, അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി സംഘപരിവാറിന്റെ കയ്യിലാണെന്ന് പറയാം. അതിന്റെ VC അടക്കം എല്ലാം സംഘപരിവാർ. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിന്റെ കൂടെയാണ് ഇത് നടക്കുന്നത്. ഈ പ്ലീഡറുടെ നിയമനം, ദേവസ്വം പ്ലീഡറുടെ നിയമനം, അതത്ര യാദൃശികമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ മുരളീധരൻ ഇത് വി.ഡി. സതീശന്റെ തലയിലേക്ക് ഇടുന്നത് അത് യഥാർത്ഥത്തിൽ അയാളുടെ തലയിൽ തന്നെ കിടക്കേണ്ട സാധനം ആയിരിക്കാം. പക്ഷെ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ ഈ പറയുമ്പോൾ അതിൽ തന്നെ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പോകുമ്പോഴും അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ പ്രതികരിക്കായിരുന്നു. അതിന് എല്ലാ അധികാരം ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി അതിൽ മനസ്സിലാവുന്നത് മുഖ്യമന്ത്രി തീരുമാനിച്ചാണെന്ന്. പക്ഷേ ഈ അതിനടക്കം പോയിട്ട് ഈ ഇതുണ്ടല്ലോ, മാധ്യമങ്ങളെ കാണുമ്പോൾ തగ్గടിച്ചിട്ട്, നമ്മൾ കരുണാകരൻ്റെ പഴയ തമാശ എന്ന് പറയാറുണ്ട്, ആ ലെവലിൽ വരുന്ന ഒരു തగ్గടിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും. അതാണ് ഇപ്പോൾ ഈ എണ്ണം കെട്ടോ എന്നുള്ള പരാമർശം ഇപ്പം വീണ്ടും കയറി ഇറങ്ങണം. അതുപോലെ ഇന്നലെ അത് പറഞ്ഞാണ് ഈ പറഞ്ഞ ദൗർബല്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു വക്കീലാണെങ്കിൽ നല്ലതല്ലേ എന്ന്. അത് ഒരു അനവസരത്തിലുള്ള തగ్గടിയായിപ്പോയി. ഇത് മന്ത്രി കസേരയിലാണെന്നുള്ളതും മുരളീധരൻ പറഞ്ഞാൽ ആ കസേര ഈ കസേരയും വ്യത്യാസമുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ കസേരയിൽ ഇരിക്കാൻ താൻ യോഗ്യനാണോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പറഞ്ഞാൽ ഇത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തന്നെ ഇയാളെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇതെന്റെ വലയിൽ വരണം വരുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി തലയിലേക്ക് കേട്ടത്. അത് മുരളി ഇങ്ങനെ ചെയ്യുന്നത് വി.ഡി. സതീശൻ കരുതിക്കാണില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ വ്യത്യാസം തന്നെ രാജി ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നത്. കാരണം ഇതെന്റെ വലയിൽ തന്നെ വരുന്ന അദ്ദേഹം മനസ്സിലായി, അപ്പം തന്നെ വന്നു. ഇത് വേറെ തരത്തില് എനിക്കൊന്ന് വി.ഡി. സതീശൻ ഒരിക്കലും ഇത് മുരളീധരനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. വകുപ്പിലെ ഇപ്പോൾ മറ്റേത് മന്ത്രിമാരുടെ വകുപ്പിൽ കയറി കളിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവർ പകുതിയിലധികവും KCയുടെ ആൾക്കാരാണ്. KCക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം നിൽക്കുമ്പോഴും ഒപ്പം നിന്ന ആളാണ് ഈ കെ മുരളീധരൻ. ഇയാളെ വകുപ്പ് കയറിയിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത് ശരിയായി എനിക്ക് തോന്നുന്നില്ല. അത് ഇതിലിപ്പോ ഈ തగ్గടിയും അതുപോലെ ഇവരുടെ ഇപ്പൊ ഈ വി.ഡി. സതീശൻ സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരു ടെൻഡൻസി നോക്കിയാൽ അറിയാം, വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കേസിലും അതെ, ഭക്തജനങ്ങളുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നു. അത് തെറ്റാണെന്ന് ഞങ്ങൾ ബോധ്യമായി, ഞങ്ങളത് പിൻവാങ്ങുന്നു. വളരെ ഓപ്പൺ ആയിട്ടുള്ള തുറന്നു പറച്ചിലൂടെ അപ്പോൾ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ നോക്കും. അതെന്താണെന്ന് വെച്ചാൽ മുൻ സർക്കാർ പിണറായി എല്ലാ കേസുകളിലും ശബ്ദത പാലിച്ച് മുമ്പോട്ട് പോയിരുന്നു. അപ്പൊ അതിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിരോധമുണ്ട്. അപ്പോൾ ആ വിരോധത്തിന് മുതലെടുക്കാം. അതായത് ഇപ്പോ ഞങ്ങൾ തുറന്നു പറയുന്നവരായിട്ട് മാറി, തിരുത്തുന്നവരായിട്ട് മാറി എന്ന്. പക്ഷെ ഇത് എത്ര കാലം അങ്ങനെ തിരുത്തിക്കൊണ്ട് ചെറിയ ചെറുതകളൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും സംഘപരിവാർ ബന്ധമുള്ള ഒരു ആള് ഒരു സ്പെഷ്യൽ തസ്തിക നിർമ്മിച്ച് കൊണ്ടുവരുന്നു പറയുമ്പോൾ അത് വലിയ ഈ സെനറ്റിലൊരു വിഷയം ഉൾപ്പെടെ വരുമ്പോൾ ചെറിയ തെറ്റും ഇതൊന്നല്ല വരുന്നത്, എല്ലാം കൃത്യമായ കാൽക്കുലേഷനിൽ വരുന്ന സാധനമാണ്. അതിന് പെട്ടെന്ന് തിരുത്തു പറയുമ്പോൾ ഇത് ഇല്ലെങ്കിൽ വലിയ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിലപ്പോൾ ഇപ്പം തന്നെ ഇത്രയും ഡിഗ്രി വരുമ്പോഴേക്ക് ഇയാളുടെ ബന്ധങ്ങളും രാഹുൽ ഗാന്ധിക്ക് ഒരു സംസാരിച്ചും വന്നു. ഈ 2 ദിവസം കൂടി ഈ വിഷയം കത്തി എന്നാൽ ഇതെല്ലാം എടുത്ത് എല്ലാവരും എടുത്തിട്ട് അലക്കെന്ന് അറിയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കൈ കഴുകാൻ വേണ്ടി നോക്കുന്നത്. ഇനി പറ്റ ഇതേ ഉള്ളൂ, നമ്മൾ ബസ്സിൽ പിടിച്ചില്ലല്ലോ, നമ്മളൊക്കെ മാറ്റിയല്ലോ, രാജു ഒപ്പിച്ചില്ലേന്ന് ഇത് പറഞ്ഞൊഴിയാന്നുള്ളത്. ഇപ്പം ഈ ബന്ധു നിയമനം നേരത്തെ പറഞ്ഞല്ലോ, ബെന്നി തോമസ് രാജിവെച്ചപ്പോഴും അവർ ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ വിമർശനം വന്നു, നമ്മളപ്പോൾ തന്നെ രാജിവെച്ചു, നമ്മൾ നിൽക്കുന്നില്ല. ആ സമയത്ത് എന്തായിരുന്നു, 2 ദിവസവും ആ രാജി വാങ്ങിയതിന് ശേഷവും സണ്ണി ജോസഫ് ന്യായീകരിച്ചടക്കുമായിരുന്നു. കെ മുരളീധരൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ തലയിലിട്ടെങ്കിലും അദ്ദേഹം ന്യായീകരിച്ചടക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും അറിയുന്നില്ല പറയുമ്പോൾ എനിക്ക് സംശയമുണ്ട്, ശരിക്കും കെ മുരളീധരൻ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം ഈ മന്ത്രി വകുപ്പ് തീരുമാനമാവുന്നതിന് മുമ്പ് കെ മുരളീധരൻ പറഞ്ഞിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥനാണെന്നൊരു റിപ്പോർട്ട് ഉള്ളതല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു സ്വർണ്ണക്കൊള്ളക്കൈയിൽ പെട്ടുന്നവരെല്ലാവരും ശിക്ഷിക്കപ്പെടും, ഒരാളെയും സംരക്ഷിക്കില്ല, അത്ര കാര്യമൊന്നും സംരക്ഷിക്കില്ലാന്ന്. ആ പറഞ്ഞിട്ട് ആ വകുപ്പിലേക്കാണ് 1 മാസത്തിനുള്ളിൽ ഈ ഒരു നിയമനം വരുന്നത്. അദ്ദേഹത്തിന് യാതൊരു റോളും ഇല്ല ദേവസ്വത്തിൽ. ആരോഗ്യ വകുപ്പിനാരും നമുക്കറിയാം, ആരോഗ്യ ദേവസ്വ വകുപ്പാണല്ലോ മുരളീധരൻ്റെ കയ്യിലുള്ളത്. ഈ നിപ്പ പോലൊരു കേസ് ഉണ്ടായിട്ട് ഉച്ചക്ക് നിപയുടെ റിസൾട്ട് വന്നു, പൂനെയിൽ നിന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിസൾട്ട് വന്നിട്ട് മന്ത്രി വൈകിട്ട് മാധ്യമങ്ങൾ കാണാൻ പറഞ്ഞത് റിസൾട്ട് ഇതുവരെ വന്നില്ലാന്ന്. തൊട്ട് പിന്നെയുള്ള കളക്ടർ വന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് തന്നെ റിസൾട്ട് വന്നു. അതുവരെ ഇദ്ദേഹം അറിയുന്നില്ല. അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞത് കളക്ടർ അറിവില്ലാത്ത ഒരു പരിചയമില്ലാത്തതുകൊണ്ട് എന്നെ അറിയിച്ചിട്ടുണ്ടാവില്ലതാണ്.
അത് അറിയിച്ചില്ലെങ്കിൽ അത് കളക്ടർ മാത്രം വീഴ്ചയില്ല, ഇയാളുടെ വീഴ്ചയാണ് ഇത് കൃത്യമായ രീതിയിൽ അറിയുമ്പോൾ. ഇത് തരുന്ന ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഭരണം ഉദ്യോഗസ്ഥ ഭരണത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ്. സാധാരണ കോൺഗ്രസ് ഭരണകാലത്ത് നടക്കുന്നതാണ്. കാരണം ഇവർക്ക് വേറെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. കാരണം പാർട്ടിക്കുള്ളിൽ തല്ലുവിടണം, പാർട്ടിക്ക് പുറത്ത് തല്ലുവിടണം, 100% എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം, സമുദായങ്ങൾ നോക്കണം. അതെ. ഇതിന്റെ ഇടയിൽ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല. സ്വാഭാവികമായിട്ട് ഇത് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് തലയിലിട്ടിട്ട് അവർ കാര്യങ്ങൾ ചെയ്തോട്ടെ. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. നിപ പോലുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത് നമുക്കറിയാം. ഒരു നിപ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി അവിടെ ഉണ്ടാവും. അവിടെ പോയിട്ട് നേരിട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു നേരിട്ട് പോകുന്നില്ല, ഒന്നും വേണ്ട, കാര്യങ്ങൾ അന്വേഷിച്ചറിയണ്ടേ. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, നിപ്പ അവിടുത്തെ സ്ഥിരീകരിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട്ടുണ്ട്. ഞാൻ ഉദ്യോഗസ്ഥ യോഗം വിളിച്ച് ഇവിടുന്ന് കണ്ടിട്ടാണ് നേരെ തിരുവനന്തപുരത്തേക്ക് പോയത്. തിരുവനന്തപുരത്തേക്ക് പോയതിന്റെ കാരണം ഇത് സംസ്ഥാനത്ത് മറ്റു ജില്ലകളിലേക്ക് പടരാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുക്കണം, പ്രതിരോധം വേണം. അത് തിരുവനന്തപുരത്ത് പോയാൽ മാത്രമേ നമുക്ക് ക്രോഡീകരിക്കാൻ വേണ്ടി പറ്റൂ. അതിനാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയത്. അതിനാണ് ഇവർ ഈ പ്രശ്നമാക്കുന്നത് വെച്ചത്. നിപ്പ വന്നപ്പോൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ചോദിക്കുവാണ് എനിക്കിതെല്ലാം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. അത് ഈ മന്ത്രി അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഇവർ വേറെ പ്രശ്നമുണ്ട്. അന്ന് കെ കെ ശൈലജ പോകുന്ന സമയത്താണെങ്കിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയും ഇവർ മാധ്യമങ്ങളെ മുന്നിൽ കാണാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇതെന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് ചലിപ്പിക്കുന്നത്, ഇവർക്ക് യാതൊരു ധാരണയില്ലായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ തമ്മിലടിയും ഇതുവഴി നടക്കുന്ന സമയത്ത് ഭരണ ഈ സിസ്റ്റം എങ്ങനെയാണ് നീങ്ങുന്നത് ഇവർക്ക് മനസ്സിലായില്ല. ഇപ്പം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനെ പാമ്പടിച്ച വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, പാമ്പിനെ ചവിട്ടിയ പാമ്പ് തിരിച്ചടിക്കുന്നത്. അതവിടെ എന്തിനാണ് അത് വായിക്കുന്ന സമയത്ത്, കാർഡ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് അവിടെ സിസ്റ്റത്തിനുള്ള വീഴ്ച ഇദ്ദേഹം മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ കുട്ടി ഹോസ്പിറ്റലിൽ പല വിഷയം വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന 2 വകുപ്പിലാണ്. ഇപ്പം ഈ 2 വകുപ്പ് പറഞ്ഞാൽ ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പാണ് ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും വിമർശനങ്ങൾക്കും ഇതിൽ വരുന്നത്, ജനങ്ങളുമായിട്ട് അത്ര എടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ഈ ദേവസ്വം വകുപ്പാണ്. അത് എല്ലാ കാലത്തും വിവാദമാവില്ല, പക്ഷേ വിവാദമാവുന്നുണ്ടെങ്കിൽ അത് വലിയ പൊള്ളുന്ന വിഷയമായിരിക്കും. അങ്ങനത്തെ 2 വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് കൊടുത്ത് തന്നെ ഒന്നുകിൽ ഈ വള്ളി പിടിക്കട്ടെ, ഈ വള്ളി പിടിക്കാൻ വരുന്ന മനുഷ്യനാണെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യത്തിൽ വെച്ചോക്കുമ്പോൾ ഈ വള്ളി പിടിക്കൽ മാത്രമല്ല, എല്ലാത്തിനും ഇയാളുടെ തഗ്ലയിൽ നിന്ന് മറികടക്കുന്നതാണ് ഇവർ കരുതിക്കുന്നത്. ഇവർക്കെല്ലാം ഇങ്ങനെ ചിന്തയുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും അതങ്ങ് ജനങ്ങളങ്ങ് ഏറ്റെടുത്തോളുന്നില്ല അല്ലെങ്കിൽ വിട്ടോളുന്നത്. പക്ഷെ അത് നടക്കില്ല എന്ന് ഇപ്പം ഒരു മാസം തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. 2 രാജ്യം വന്നു. ഈ പറഞ്ഞ പോലെ പിന്നെ എറണാകുളത്തിലെ പരാമർശം ചോദിക്കുമ്പോൾ അത് പണ്ട് പറഞ്ഞൊന്നും ഇപ്പോൾ ഇല്ല, അത് വേറെ കസേരയിൽ നിന്ന് പറഞ്ഞാണ് ഈ കസേരയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ മലക്കം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു. ചുരുക്കി പറഞ്ഞ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഈ ഒന്നുകിലും നാക്കുവീഴയുടെ അല്ലെങ്കിൽ നാക്കുവീഴ എന്ന് പറയുന്നില്ല, ഇത്ര ദഗ്ഗിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു മന്ത്രിയായിട്ട് കെ മുരളീധരൻ മാറും, അല്ലെങ്കിൽ വകുപ്പിൽ നടക്കാത്തൊരു അവസ്ഥ അറിയാത്തൊരു മന്ത്രിയായിട്ട് മാറുന്ന രീതിയിലാണ് കാണുന്നത്. അതല്ല വി ഡി സതീശൻ സംഘവും പണി കൊടുക്കുന്നതാണെങ്കിൽ അത് ഏതെല്ലാം മന്ത്രിമാർക്ക് കിട്ടുന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും.